ഹലോ, നമ്മള് തൃശ്ശൂർ പൂരം കുടമാറ്റം കാണാൻ പോവാണ്. അപ്പൊ നമുക്കത് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഓൾറെഡി കുറച്ച് പറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ പറ്റുന്നതാണ്. ഇതൊരു മോയ്സ്ചറൈസർ പ്ലസ് ഒരു ഹൈലൈറ്ററും കൂടിയാണ്. ലാക്മേയുടെ കേട്ടോ. ഇത് നനഞ്ഞ സ്പഞ്ച് കേട്ടോ. ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടണമെങ്കിൽ നമുക്ക് സ്പഞ്ച് നല്ലതാണ്. വീണ്ടും കാറ്റ് പിടിക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ മേക്കപ്പ് ഒന്നും ചെയ്യരുത്. അപ്പോൾ ബേസ് മേക്കപ്പ് ഒന്നും നമുക്ക് നല്ല നിൽക്കില്ല. നമുക്ക് ഐബ്രോസ് ചെയ്താം. എനിക്ക് ക്യാമറ നോക്കി എഴുതാൻ അറിയില്ല. സോ ഞാൻ കണ്ണാടി നോക്കി എഴുതാൻ പോവാം കേട്ടോ. എന്തൊരു ചൂടാന്നറിയോ, എളുപ്പല്ല. ഇനി ബ്ലഷ് ഇടാം. ബ്ലഷ് ഇഷ്ടമായിരുന്നു, ഇപ്പൊ ബ്ലഷ് ഇഷ്ടമാണ്. എന്തോ ഭംഗിയുണ്ടോന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ് ഇപ്പൊ ബ്ലഷ്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇടാം, അത്ര തന്നെ. അതുകൊണ്ട് ആരോടും നമ്മൾ ചോദിക്കരുത് ബ്ലഷ് ഇട്ടിട്ട് എനിക്ക് ഭംഗിയുണ്ടോന്ന് ആരും ചോദിക്കരുത്. കാരണം ബ്ലഷ് ഇട്ടിട്ട് നിനക്ക് ഭംഗി ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ടാ അതന്നെ. ഞാൻ വേറൊരു സംഭവങ്ങളും ഇടുന്നില്ല. ലൂസ് പൗഡർ ഒന്നും ചെയ്യണില്ല, കോമ്പാക്ട് പൗഡർ ഒന്നും ഇല്ല, സാധാ പൗഡറാണ് ഇട്ടത്. വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല. പൗഡർ ഇടാം. ഐലൈനർ ഇടാം. കണ്ണ് ഇതിലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് മസ്കാര ഇടാം. മസ്കാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഭയങ്കര ഒരു ഷേപ്പ് ഒക്കെ ആയിട്ട് നല്ല ഭംഗി കാണാൻ. അപ്പൊ കുറച്ച് ഇടുന്നുള്ളൂ. സത്യം പറയട്ടെ, ഞങ്ങൾ തൃശ്ശൂർക്കാരാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം നേരിട്ട് കാണാൻ പോകുന്നു. പണ്ട് ചെറുപ്പത്തിലൊക്കെ പണ്ട് തൊട്ട് ഞങ്ങള് ടി വിയിലാണ് കാണാറുള്ളത്. കാരണം സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ലെന്നാണ് അന്ന് എല്ലാവരും പറയാ. കൊച്ചു കുട്ടികളെയും കൊണ്ടുപോകാൻ പറ്റില്ല, റിസ്ക് എടുത്ത് കൊണ്ടുവരും അങ്ങനെ പറയും. കാരണം അതിൻ്റെ ഉള്ളിൽ കളഞ്ഞു പോയി അതിന് കിട്ടില്ല എന്നുള്ളൊരു ഇതില്ല. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഇത്രയും നാളായി എന്നിട്ടും പോയിട്ടില്ല. അപ്പൊ ഞങ്ങള് ഇപ്രാവശ്യം പോവാന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നന്നായിട്ട് സ്വെറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇതൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ പോകും. നമുക്ക് കുറച്ച് ലിപ് ടിന്റ് ഇടാം. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാറായി. ഞാൻ മാത്രം ഇപ്പോഴും മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടില് ഏറ്റവും ലേറ്റ് ആയിട്ട് ചെയ്യുന്നത് ആരാന്ന് നോക്കൂട്ടോ. താഴെയുള്ള കുട്ടികളാണോ നോക്കി നോക്കാം. എന്റെ വീട്ടിൽ ഞാനാണ്. യെസ്, അപ്പൊ അതേ ഞാൻ റെഡിയായി. സിമ്പിൾ ഒരു ഹറി ബറി എന്ന് പറഞ്ഞിട്ട് റെഡി ആയി മുടി കെട്ടിയത്. ഇത്രയൊക്കെ ഉള്ളൂ. യെസ്, അപ്പൊ നമുക്കിനി പോവാം.